പ്രിയേ, നമ്മൾ പ്രേമിച്ചു തുടങ്ങിയിട്ട് ഇപ്പൊ 3 വർഷമായി. നമ്മൾ ഇതുവരെ ലവില് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയിട്ടേ ഇല്ലല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പോ? ഓ അതോ, അതൊക്കെ കല്യാണത്തിന് ശേഷം മതി. എന്ത് കല്യാണത്തിന് ശേഷോ? നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ഹരീഷ് വിളിച്ചപ്പോ നീ പോയല്ലോ. എന്നെ കണ്ട് ഉണ്ടാക്കാനായിട്ട് തോന്നുന്നുണ്ടോ നിനക്ക്? എനിക്ക് അവനോടൊപ്പം തോന്നി, നിന്റെ കൂടെ തോന്നുന്നില്ല, അത്രേ ഉള്ളൂ. ഇതൊന്നും എനിക്ക് തോന്നില്ലേ, പക്ഷെ കുടിക്കാൻ തോന്നുന്നുണ്ടല്ലോ. നീയും കുടിക്കുന്നില്ലേ? അതിനോ? എടി എന്തിനടി എപ്പോഴും ആണുങ്ങളുടെ ഒപ്പം മത്സരിക്കുന്നേ? ഇനി നീ കുടിക്കരുത്, അത്ര തന്നെ. യു കാൻ കൺട്രോൾ മീ, ഓക്കേ? അതേടി, ഐ കാൻ കൺട്രോൾ യു. അതേപോലെ എന്റെ ലവിനെ യു കാൻ കൺട്രോൾ. ഈ പേടിപ്പിക്കൽ നിർത്തിയിട്ട് പുതിയതായിട്ട് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യ്. പോ. പുതിയതായിട്ടല്ലേ? കാണിച്ചു തരാടി നിനക്ക്. കണ്ടോ നീ? പോടി. ഹായ്. ഹായ്. സോറി, ഇവിടെ ടേബിൾ ഒന്നും ഫ്രീ അല്ല. നിങ്ങൾ തനിച്ചല്ലേ ഇരിക്കുന്നത്? ക്യാൻ വി സിറ്റ്? ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്. ബട്ട് ഞാൻ എന്റെ ബോയ് ഫ്രണ്ടായിട്ട് ആദ്യമായിട്ട് പുറത്തു വരുന്നത്. ദാറ്റ്സ് വൈ ആസ്കിങ്. ഞാനും എന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ തന്നെയാ വന്നിരിക്കുന്നത്. ബട്ട് നിന്റെ ബോയ് ഫ്രണ്ട് എവിടെ? അവിടെ. ഈ കിളവനാണ് ബോയ് ഫ്രണ്ട്. വാ നമുക്ക് പോവാം. ഓടിക്കോ. സോറി, ലേറ്റ് ആയി. കുറച്ചു മുമ്പ് ഇവിടെ രണ്ടുപേര് ഇൻഡീസെന്റ് ആയിട്ട് കിസ് ചെയ്യായിരുന്നു. എങ്ങനെയാണോ പബ്ലിക്കിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? ഇപ്പോഴല്ലേ ലണ്ടൻ പോലെ ചെന്നൈയും മാറിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാര്യമില്ലേ? എന്റെ മുത്തശ്ശ, പബ്ലിക്കിൽ ഇങ്ങനെ കിസ് ചെയ്യുന്നതും ഹഗ് ചെയ്യുന്നതും സോ വിയേർഡ് അല്ലേ? എനിക്കിതൊന്നും ഒട്ടും ഇഷ്ടമല്ല മുത്തശ്ശ. ഇവിടുന്ന് ഡൈനോസറിന്റെ കാലത്ത് ജനിച്ചുള്ള സംസാരിക്കുന്നത്. ആ അല്ലല്ല, അത് എങ്ങനെയാണെന്ന് വെച്ചാ ചില പേര് പ്ലാൻ ചെയ്ത് കിസ് ചെയ്യാറുണ്ട്, ചില പേര് പ്ലാൻ ചെയ്യാതെ അങ്ങനെ നടക്കും. അതങ്ങനെ നടക്കാറുള്ളത്. പ്ലാൻ ചെയ്യാതെ എങ്ങനെ സംഭവിക്കാനാ? അത് എങ്ങനെയാണെന്ന് വെച്ചാ ഇഷ്ടമുള്ള 2 പേര് കണ്ണൊരു 10 സെക്കൻഡ് നോക്കിയാൽ തന്നെ അതങ്ങനെ ഇങ്ങനെയെന്ന് വെച്ചാ എന്താ? അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കിസ് വന്നേക്കും. അതെയോ? ശരി, ഞാൻ വരുന്നു, നമുക്ക് നോക്കാം. നോക്കാമോ? എന്റെ കണ്ണോ? ആ കണ്ണിനെ. വേണ്ട, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു. എന്താ മുത്തശ്ശ, ഞാനെന്താ നിങ്ങളെ കിസ് ചെയ്യാൻ പോവാണോ? നമുക്കൊന്ന് നോക്കാം. അതിലൊരു കുഴപ്പമില്ല, വിടില്ലെന്നല്ല തോന്നുന്നേ. ഓക്കെ ആണോ? എന്തോ സംഭവിക്കാൻ പോകുന്നു. 1 2 3. ഒന്നും തോന്നില്ലല്ലോ. ഒന്നും തോന്നില്ലെന്നേ. സംസാരിച്ചോണ്ടിരുന്ന ഒന്നും ആവില്ല, മിണ്ടാണ്ടിരിക്കെ. ഒന്നും ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. ഒച്ച വെക്കാതെ ഞാൻ പറയുന്ന അവൾ കേൾക്കണം. പുതിയത് വേണമെന്ന് ചോദിച്ചില്ലേടി? ഞാൻ ഇവിടെ ചാടാൻ പോവാ. മനസ്സിലാവോ? അടുത്തേക്ക് വരരുത്, വന്നാൽ ചാടികളെ. ഞാൻ വരുന്നതന്നെ നീ ചാടാൻ വേണ്ടിട്ടാണ്. എത്ര പേരാ താഴെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു? ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കാതെ പെട്ടെന്ന് ചാടാൻ നോക്കടാ. പൈപ്പിൽ പിടിച്ച് മോളിലോട്ട് കയറി പോയി. നോക്കാതെ മോളിലോട്ട് നോക്കൂ. അങ്ങനെ എന്താണോ നിന്റെ പ്രശ്നം? മുത്തച്ഛ, ഞാൻ അവളെ ജീവന് തുല്യമായിട്ട് സ്നേഹിച്ചതാ, പക്ഷെ അവളെ എന്നെ പറ്റിക്കാൻ നോക്കുക. തീർച്ചയായിട്ടും മരണം തന്നെ. ഒരു പെണ്ണ് നമ്മളെ പറ്റിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മൾ മരിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരാള് പോലും ജീവിച്ചിരിപ്പുണ്ടാവില്ലടാ. ഞാൻ ഇതുവരെ അവളെ ഒന്നും തൊട്ടിട്ട് പോലുമില്ല മുത്തച്ഛ. ഒന്നിനും കൊള്ളാത്തവനെ. വെർജിനായിട്ട് ജനിക്കുന്നത് നമ്മുടെ തെറ്റല്ലടാ, പക്ഷെ വെർജിനായിട്ട് ചാവുന്നത് നമ്മുടെ തെറ്റാണ്. ഇങ്ങനെ ഒന്നും ചെയ്യാതെ നീ ചാവുകയാണെങ്കിൽ നിന്റെ ആത്മാവിന് എങ്ങനെയാണ് ശാന്തി കിട്ടുക? എന്തെങ്കിലും ചെയ്തിട്ട് ചാവടാ. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കിയോ, ഒരു പെണ്ണിനോട് കുടിക്കരുതെന്ന് പറയുകയാണെങ്കിൽ 1 ബോട്ടിൽ നിന്നേക്കാളും കൂടുതലായിട്ട് കുടിക്കും. ഈ ഡ്രസ്സ് ഇടല്ലേ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ട് വരും. ഇവനോട് സംസാരിക്കില്ലെന്ന് പറഞ്ഞാൽ 10 പേരോട് പോയിട്ട് സംസാരിച്ചിട്ട് വരും. പക്ഷെ നീ ഒന്നും പറയാതെ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നീ പറയുന്നതൊക്കെ കേട്ട് നിന്റെ പുറകെ തന്നെ അവൾ ഓടി വരുവിടാ. ഇടാ, പെണ്ണിന്റെ പുറകെ ചുറ്റുന്നതൊക്കെ പഴഞ്ചൻ പരിപാടിയാടാ. സൈലന്റ് ആയിട്ട് ഇരുന്ന് പുറകെ ചുറ്റിപ്പിക്കുന്നതാടാ ഇപ്പോഴത്തെ ട്രെൻഡ്. നിന്റെ സ്നേഹം കണ്ട് സ്നേഹത്തിന് വേണ്ടി അവള് ചാവണം. അവള് സ്നേഹിക്കാത്ത കാരണം കൊണ്ട് നീ ഒരിക്കലും ചാവാൻ പാടില്ല. എന്റെ പോയെന്ന് കുറെ വരുന്നുണ്ട്. നീ പറഞ്ഞൊരു കിസ് പോയടാ. സംസാരിച്ച് താഴെ ഇറങ്ങിക്കൊണ്ട് വന്ന് നന്നാവാൻ നോക്കണം. ഈ ചെറുക്കം പോണ സ്പീഡ് കണ്ടപ്പോഴേ ഇപ്പൊ ചാത്തങ്ങ് മുകളിലെത്തിയെന്നാ വിചാരിച്ചേ. എങ്ങനെയാണെന്തോ മനസ്സ് മാറ്റി കൊണ്ടുവന്നത്. അതായത് ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, 100 ആമ്പിള്ളേരെ കണ്ടാലും അവര് 99 പേരെങ്കിലും അവര് തിരിച്ച് പ്രണയിക്കണമെന്നാണ് തോന്നുന്നത്. ഒരേ ഒരു പൈന്റ് കൂടെ ജോളിയായിട്ട് ഇരിക്കാൻ വേണ്ടി. പക്ഷെ ആമ്പിള്ളേർക്ക് 99 പെൺപിള്ളേരുടെ കൂടെ ജോളിയായിട്ട് ഇരിക്കണം എന്നാണ് തോന്നുന്നത്. പക്ഷെ ഒരേ ഒരു പെണ്ണിനെ മാത്രമാണ് സ്നേഹിക്കാൻ തോന്നുള്ളൂ.
അത് ഞാൻ ഇവനെ മനസ്സിലാക്കി കൊടുത്തു, അതുകൊണ്ടെല്ലാം ശരിയായി. ഓ, നമ്മുടെ നാട്ടില് കുടുംബം പിരിക്കാനേ ആൾക്കാരുകളുള്ളു. അതിനെ ഒരുമിച്ച് നിർത്താൻ നിന്നെ പോലെ ഒരാളെ ഉള്ളു. ആ കാരണം മുകളിലൊരാൾ. ഓ, അത് ശരിയാ. മദൻ സോറിടാ, ഞാൻ ഇനി കുടിക്കില്ല. ആ ഇതൊക്കെ അവൻ ചത്തുപോയതിനു ശേഷം പറഞ്ഞേക്ക്. നന്നായിട്ടുണ്ടാവും. വർക്കൗട്ട് ആയില്ലേ, ചെല്ലേ പോ. താങ്ക് യു മുത്തശ്ശ. പ്രിയേ, എന്റെ വാടാ. ആരുമില്ല. ആ പോയിനടേ, പോയി എന്ത് നിക്കുന്ന ഇവിടെ അല്ല കൊടുക്കാണ്ട പോയിനടേ. ഓടെ വയലേ. ഒരുത്തൻ ചാവൻ പോകുന്നത് ഫേസ്ബുക്ക് ട്വിറ്ററിൽ സെൽഫി വീഡിയോ ഇടാൻ വേണ്ടിട്ട് ഒരു ഗുമ്പലം നിൽക്കും. എന്ത് ചെയ്യുന്നു ഈ പ്രായത്തിലും നിങ്ങളുടെ ഉള്ളിൽ ഇത്രയ്ക്ക് ലവ് ഫീലിങ്സോ? ഓവറോൾ എല്ലാം വർക്കൗട്ട് ആവുന്നതാണ് തോന്നുന്നത്. ഹലോ ഹലോ, സ്വന്തം മോൻ അച്ഛന്റെ സ്വത്തടിച്ചു മാറ്റാൻ റൗഡികളെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അത്രേ. അശ്വിൻ, ഈ സമയത്ത് നീ ഇവിടേക്ക് വരുന്നത് നല്ലത്. കൂടെ ഒരു 4-5 പേരെയും കൂട്ടിക്കൊണ്ടുവരാൻ പറ. ആളുകളുടെ ആവശ്യം എന്തിനാ? അവൻ ഒരാൾ മതി. സാറല്ലേ, ആള് വേണം. എന്ത് പറ്റി? ലൈൻ കട്ടായി. പിള്ളേരൊക്കെ റെഡിയാണല്ലോ അല്ലേ? എല്ലാരും റെഡിയാ. പോഞ്ചേട്ടാ. ജസ്റ്റ് നൗ റീച്ച്ഡ് ബേബി. ഇതുപോലെ നിനക്ക് ഒരുപാട് ടൈം തന്ന് എല്ലാം വേസ്റ്റ് ആയിട്ട് പോയി. ഞാൻ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആധാരത്തിൽ ഒപ്പ് വാങ്ങിയില്ലെങ്കിൽ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ നിങ്ങൾ റെഡി ആയിക്കോ. ചേട്ടാ, ചേട്ടത്തിയമ്മയാണോ? സുനിലേ, അപ്പൊ നമുക്ക് ജോലി തുടങ്ങാം അല്ലേ? അച്ഛാ, എടാ അച്ഛാ, എങ്ങനെയാ അച്ഛാ ഇങ്ങനെ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത്? സമാധാനോ എന്ന് പറഞ്ഞ എന്താ മോനെ? ആ 5 ഗ്രൗണ്ട് ഹോട്ട് പെപ്പർ ടീ എന്റെ പേരിലേക്ക് എഴുതി തന്നേരെ. എന്തിനാ വെറുതെ വാശി പിടിക്കുന്നത്? ആ ആസ്പത്രിക്കാർ ചോദിക്കുന്നു, ആ പിസാക്കാരൻ ചോദിക്കുന്നുണ്ട്, ആ കോളാ കമ്പനിക്കാർ ചോദിക്കുന്നു. നീ ചത്ത പിന്നെ എന്റെ പേരിലല്ലേ അത്? അപ്പൊ പിന്നെ എഴുതി തന്നെന്താ? എന്നെ നല്ലോണം നോക്കിയിരുന്നെങ്കിൽ നിനക്ക് തന്നെ എഴുതി തന്നേനെ. എന്നെ ആശ്രമത്തിൽ അയച്ചല്ലേ? നിനക്ക് തരില്ല, തീർച്ചയായിട്ടും തരില്ല. ഞാൻ ഭരിച്ച എന്റെ സ്വത്ത് മുഴുവനും ഈ ആശ്രമത്തിന് എഴുതി വെക്കും. നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോടാ. ഇങ്ങനെ പറഞ്ഞാ കേൾക്കൂല, അടിച്ച മേടിക്കടാ. ചേട്ടാ, ഞങ്ങളൊക്കെ ഗുണ്ടകളാണെങ്കിലും വയസ്സായവരെ അടിക്കാറില്ല. ചേച്ചി പേടിപ്പിക്കാനല്ലേ പറഞ്ഞുള്ളൂ. സുനിലേ. അശ്വിൻ, അശ്വിൻ ആരാടാ അശ്വിൻ? എന്റെ ഫ്രണ്ടാടാ. കിളവ ഫ്രണ്ടാടാ. ക്ലോസ് ദ ഡോർ. അടയ്ക്കടാ, അടയ്ക്കടാ, അടയ്ക്കേ. അപ്പൊ എന്റെ അച്ഛനാരും അടിക്കൂല അല്ലേ? എന്നാ എന്റെ അച്ഛനെ ഞാൻ തന്നെ അടിക്കാം. എന്താണ് ഓട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചത്? അകത്തി ഒന്ന് തീർക്കടാ അവനെ. രാജശേഖരനോടാണ് നിന്റെ ഫൈറ്റ്. അശ്വിൻ മുത്തശ്ശന്റെ ഫൈറ്റ് കണ്ടിട്ടുണ്ടോ? അങ്ങെന്നും സ്വീറ്റാ, നരതലപ്പോൾ ക്യൂട്ടാ. ഹേ മുതുമുത്തച്ഛ. നമുക്കകത്തേക്ക് പോയേക്കാം. അച്ഛൻ നോക്കിക്കോളും. ഉള്ളിലേക്ക് അങ്ങോട്ടൊന്നും പോകണ്ട. അതെന്താ? അവിടെ മുകളില് ഭയങ്കര ഫൈറ്റ് നടക്കുക. ഫൈറ്റോ? ആർക്ക്? അശ്വിൻ റൗഡികളെ അടിച്ചോണ്ടിരിക്കുക. അശ്വിനോ? അതെ മോളെ. അയ്യോ അയ്യോ, വേണ്ട, അകത്ത് പോലെ രമ്യ. അശ്വിൻ അവിടെ എല്ലാവരും അടിച്ച് ഷേപ്പ് മാറിക്കൊണ്ടിരിക്കുക.
That is the സുനിൽ. എന്റെ അമ്മോ എല്ലാം പൊട്ടിച്ചല്ലോ. ഇതിനൊക്കെ ആര് പേ ചെയ്യും? ഒച്ച വെക്കല്ലേ, തന്നെ അടിച്ച് കൊല്ലുവാൻ. യു ക്യാരി ഓൺ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്തൊരു സ്പീഡ്. മനസ്സിലായി മനസ്സിലായി. വാ, പോ 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 പോ. എല്ലാരും വേഗാവട്ടെ വേഗാവട്ടെ. ഏയ് നീ പോകുന്നില്ലേ? ശരി ഞാൻ പോവാം. ഏയ് വളരെ സന്തോഷമുണ്ട്, എല്ലാവരെയും രക്ഷിച്ചല്ലോ. അത് മതി. ഇങ്ങോട്ട് വാ. ഇനി എന്തായാലും ഞാൻ നിങ്ങളെ മുത്തശ്ശന്ന് വിളിക്കില്ല. എന്ത്? ഏതൊരു മുത്തശ്ശനാ ഇങ്ങനെ അടിക്കാറ്? മുത്തശ്ശൻ എന്ന് പറയുമ്പോ നടക്കാൻ പറ്റാതെ, കണ്ണ് കാണാൻ പറ്റാതെ, ചെവി കേൾക്കാൻ പറ്റാത്ത മുത്തശ്ശനെ ഞാൻ കണ്ടത്. എന്നാ ഇങ്ങനെ ഒരു മുത്തശ്ശനെ കാണുകയാണെങ്കിൽ ഏതൊരു പെണ്ണാണെങ്കിലും പ്രേമിച്ചു പോവും. അതെയോ? അന്ന് മാർക്കറ്റിൽ വെച്ച് നിങ്ങളുടെ ഉള്ളിൽ ശരിക്കൊരു രജനീകാന്തിനെ കണ്ട്, കോഫി ഷോപ്പില് നിങ്ങളുടെ ഉള്ളിൽ ഒരു കമലഹാസനെ കണ്ടത്. എന്നാൽ ഇന്ന് മുഴുവനായിട്ടും ഒരു സിലംബറസിനെ കാണുന്നത്. ലൈഫിൽ എന്തൊരു പ്രശ്നം വന്നാലും നിങ്ങൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അല്ല, നീ എന്താ ചെയ്യുന്നേ? I love you, Ashwin.